പതിവ് പോലെ ഇന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പത്രസമ്മേളനം. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സതീശൻ വളരെ കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരുടെ നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക്, അങ്ങനെ തന്നെ വേണം പറയാൻ, നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് നർമ്മമധുരമായും കാര്യമാത്ര പ്രസക്തമായും അവഗണിക്കേണ്ടതിന് അവഗണിച്ചും പ്രകോപനപരമായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതേപോലെ തന്നെ തിരിച്ചടിച്ചുമൊക്കെ സതീശന്റെ മാസ് പ്രകടനമായിരുന്നു ഇന്നത്തെയും പത്രസമ്മേളനം. ഞാൻ അക്കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പേ ഇന്ന് ഫേസ്ബുക്കിൽ സതീശന്റെ ഈ പെർഫോമൻസിനെ കുറിച്ച് പ്രശാന്ത് വാസുദേവ് എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ് ഞാൻ. പ്രശാന്ത് വാസുദേവ് എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ പ്രസംഗിച്ചു തീരുമ്പോൾ ഒരു പേമാരി ഇരമ്പിയാർത്ത് പെയ്തു തീർന്ന പ്രതീതിയല്ല. അത്യാവശ്യം ഒരു സാഹിത്യ ഭംഗി കലർത്തിയിട്ടാണ് പ്രശാന്ത് വാസുദേവ് വി.ഡി. സതീശന്റെ ഈ പത്രസമ്മേളനത്തെ വിശേഷിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: അയാൾ പ്രസംഗിച്ചു തീരുമ്പോൾ ഒരു പേമാരി ഇരമ്പിയാർത്ത് പെയ്തു തീർന്ന പ്രതീതിയല്ല, ഒരു ചാറ്റൽ മഴ അലസം പെയ്തൊഴിഞ്ഞ തോന്നലുമല്ല. അയാൾ പ്രസംഗിച്ചു കഴിയുമ്പോൾ വന്നു മൂടുന്നത് ഒരു നിലാമഴ തൂവിത്തലോടിയ ശേഷമുള്ള പ്രഭാതത്തിന്റെ നനുത്ത കുളിരാണ്. അല്ലേ? കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഇപ്പോഴാണ് എന്നാണ് ജനറേഷൻ എക്സിൽപ്പെട്ട എൻ്റെ ബോധ്യം. ഇത് പ്രശാന്ത് വാസുദേവന്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. ഇവിടെ ഈ രാഷ്ട്രീയ പക്ഷപാതങ്ങളോടെ അല്ലാതെ വി.ഡി. സതീശന്റെ ഈ മാധ്യമപ്രവർത്തകരോടുള്ള ഈ സംസാരത്തെ, അല്ലെങ്കിൽ ഈ പത്രസമ്മേളനത്തെ, ഈ പ്രതിവാര പത്രസമ്മേളനത്തെ കാണുന്നവർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഇപ്പോഴാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാകും ഈ പത്രസമ്മേളനം കാണുമ്പോൾ. കാരണം കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത്, എന്തൊക്കെയാണ് ഇതിന് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യതയോടെ. നേരത്തെ നമ്മൾ പിണറായി വിജയന്റെ പത്രസമ്മേളനങ്ങളിൽ നമ്മൾ എന്താ കണ്ടത്? പിണറായി വിജയൻ എഴുതിക്കൊണ്ടുവന്ന കടലാസ് ഇങ്ങനെ വായിക്കും, അല്ലേ? 1 മണിക്കൂർ ദൈർഘ്യമുള്ള പത്രസമ്മേളനമാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം പിണറായി വിജയൻ എഴുതി കൊണ്ടുവന്ന സംഭവം ഇങ്ങനെ വായിക്കും. അപ്പൊ മിക്കവാറും ഒരു 5 മിനിറ്റ് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് ഉറക്കം വരും. അങ്ങനെ 45 മിനിറ്റ് ഇത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മിക്കവാറും ആൾക്കാർ മുഴുവൻ ഉറങ്ങും. എന്ന് പറഞ്ഞാൽ TV ചാനലുകളിലൂടെ ഈ പിണറായി വിജയന്റെ പത്രസമ്മേളനം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉറങ്ങും, മാധ്യമപ്രവർത്തകരും ഉറങ്ങും. ആകെ കണ്ണു തുറന്ന് നിൽക്കുന്നത് കൈരളി ടിവിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർമാർ മാത്രമായിരിക്കും കേട്ടോ. കാരണം ഇവരൊരു 3 ചോദ്യം ആദ്യം തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതായത് ഞങ്ങൾ ഈ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. പിണറായി വിജയൻ ആ ചോദ്യം അദ്ദേഹത്തിന്റെ PR ടീമിനെ ഏൽപ്പിക്കും. PR ടീം അതിനുള്ള മറുപടിയും എഴുതി കൊടുത്തിട്ടുണ്ടാവും കംപ്ലീറ്റ്. അതായത് ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലും പിണറായി വിജയന്റെ മേശയ്ക്ക് മുകളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് പിണറായി വിജയന്റെ ഈ 45 മിനിറ്റ് സ്വദേശ പ്രസംഗം കഴിഞ്ഞാൽ കൈരളി ടിവിയുടെ റിപ്പോർട്ടർ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ അത് ഓൾറെഡി പിണറായിക്ക് അറിയാവുന്ന ചോദ്യമാണ്, നേരത്തെ തന്നെ എഴുതി കൊടുത്തതാണ്. പിണറായി അതിന്റെ മറുപടി ഒരു 5 മിനിറ്റ് പറയും. അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനി ലേഖകൻ, അതിന്റെ ഇടയ്ക്ക് മറ്റു പത്രക്കാരൊക്കെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ശ്രമിക്കെങ്കിലും പിണറായി ഒന്ന് ശ്രദ്ധിക്കല്ലോ. പിണറായിയുടെ ആകെ ദൃഷ്ടി പതിയുന്നത് കൈരളി, ദേശാഭിമാനി, ഏറി വന്നാൽ റിപ്പോർട്ടർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനി റിപ്പോർട്ടറുടെ ഒരു ചോദ്യത്തിനും ഒരു 5 മിനിറ്റ് ഉത്തരം പറയും. പിന്നെ റിപ്പോർട്ടറോ ഏതെങ്കിലും ഈ പിണറായിയോട് ആഭിമുഖ്യമുള്ള ഏതെങ്കിലും ഒരു പത്രലേഖകന്റെ ഒരു സോപ്പിടൽ ചോദ്യത്തിനും കൂടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി എണീക്കും. സമയം കഴിഞ്ഞു, ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനും, ദേശാഭിമാനിയുടെയോ കൈരളിയുടെയോ അല്ലാത്ത ഒരു മാധ്യമപ്രവർത്തകനും പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ല. ഇദ്ദേഹത്തിന്റെ ഈ ബോറടിപ്പിക്കുന്ന ഈ വിശദീകരണങ്ങൾ അതിങ്ങനെ ജനങ്ങളെങ്ങനെ ഉത്ബോധന പ്രസംഗങ്ങൾ, എങ്ങനെ പിണറായി വിജയന്റെ ഈ സാരോപദേശ കഥകൾ അല്ലെങ്കിൽ ഉത്ബോധന പ്രസംഗങ്ങളാണ് സാധാരണ നമ്മൾ. അതുകൊണ്ട് ആരും ഈ ടിവിയിൽ ഈ കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ലാന്നേ. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതവിടെ കിടക്കട്ടെ. പക്ഷേ വി.ഡി. സതീശന്റെ പത്രസമ്മേളനം അങ്ങനെയല്ല. കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് ഇപ്പോഴാണ് എന്നാണ് ജനറേഷൻ എക്സിൽപ്പെട്ട എന്റെ ബോധ്യം. ഇന്നലെ കേട്ട 2 പ്രസംഗങ്ങൾ, ക്യാബിനറ്റിന് ശേഷമുള്ള ഇന്നത്തെ പതിവ് പത്രസമ്മേളനം, രണ്ടും അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കി എന്നാണ് പ്രശാന്ത് വാസുദേവ് പറയുന്നത് കേട്ടോ. പ്രസംഗത്തിന്റെ ഭാഷ അല്ല പത്രസമ്മേളനത്തിന്റെ ഭാഷ. അങ്ങനെയാണല്ലോ അല്ലെ? പ്രസംഗത്തിന് നമുക്കൊരു ഭാഷയുണ്ട്, പ്രസംഗത്തിന് ഒരു ശൈലിയുണ്ട്, ഒരു ശരീര ഭാഷയുണ്ട്. അതാണ് പ്രസംഗം.
അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ പ്രസംഗമല്ല. പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾ, ഈ തന്റെ മുന്നിൽ നിരന്നിരിക്കുന്ന ഒരു 100ഓളം പത്രപ്രവർത്തകര് അവര് വർക്ക് ചെയ്യുന്ന വിവിധങ്ങളായ രാഷ്ട്രീയ ചായ്വുള്ള മാധ്യമങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങള് വളരെ പ്രകോപനപരമായ ചോദ്യങ്ങളായിരിക്കും. മാത്രമല്ല ചൂണ്ടയിൽ ചൂണ്ടക്കൊളുത്തുമായുള്ള ചോദ്യങ്ങളായിരിക്കും. ഇതിലൊന്നും കുരുങ്ങിപ്പോകാതെ വളരെ തന്ത്രപരമായി ഇതിന് മറുപടി പറയണം, സത്യസന്ധമായി മറുപടി പറയണം, കൃത്യതയോടെ മറുപടി പറയണം, ആക്കിയ ചോദ്യങ്ങൾക്ക് ആക്കിയ മറുപടി പറയണം. അല്ലെ, അത് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ രസകരമാണ്. അത് നിങ്ങൾ കണ്ടു നോക്കണം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. പിന്നെ നിങ്ങൾ വിടില്ല. എല്ലാ ബുധനാഴ്ചകളിലും മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ നിങ്ങൾ കാണും, നിങ്ങൾ കാത്തിരുന്ന് കാണും കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, പ്രസംഗത്തിന്റെ ഭാഷയല്ല പത്രസമ്മേളനത്തിന്റെ ഭാഷ. ഇത് വി.ഡി. സതീശനെ പറ്റി പറയാൻ കാരണം, നേരത്തെ 10 വർഷം കാരണഭൂതത്തിന് പ്രസംഗവേദിയും പ്രസംഗിക്കുകയാണെങ്കിലും പത്രസമ്മേളനം നടത്തുകയാണെങ്കിലും ആളുകളോട് സംസാരിക്കുകയാണെങ്കിലും വെറുതെ സംസാരിക്കുകയാണെങ്കിലും ആത്മകഥ ചെയ്യുകയാണെങ്കിലും ഒക്കെ മൂപ്പർക്ക് ഒരു ഭാഷയേ ഉള്ളൂ, ഒരു ശൈലിയേ ഉള്ളൂ. പിന്നെയാണ് ഈ പറയുന്ന ചിലപ്പോഴാണ് മൂപ്പർ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. ഇത് മാറി നിൽക്ക് കടക്ക് പുറത്ത് ഡഷിന്റെ മോനെ വിട്ടുപോയി ചോദിക്കുന്നൊക്കെ. അത് ഇടക്കിടക്ക് മൂപ്പരുടെ യഥാർത്ഥ സ്വരൂപം ഗുണ്ടായിസം, പഴയ ഗുണ്ടായിസം ഇങ്ങനെ പുറത്തു വരുന്നതാണ്. പക്ഷെ അതൊന്നുമല്ല വി.ഡി. സതീശൻ. പ്രസംഗത്തിന്റെ ഭാഷയല്ല പത്രസമ്മേളനത്തിന്റെ ഭാഷ. അവിടെ വന്നിരിക്കുന്നതിൽ ചിലരെങ്കിലും രാഷ്ട്രീയ മുഖം മൂടി അണിഞ്ഞ തനി വേതാളങ്ങളാണ്. അറിയാലോ, വി.ഡി. സതീശന്റെ മുന്നിൽ വന്നിരിക്കുന്ന പത്ര റിപ്പോർട്ടർമാരിൽ ചിലരെങ്കിലും രാഷ്ട്രീയ മുഖം മൂടി അണിഞ്ഞ തനി വേതാളങ്ങളാണ്. അവരുടെ ലക്ഷ്യം ജനതയ്ക്ക് വേണ്ട ഉത്തരങ്ങളല്ല, അവരുടെ ഉദരപൂരണവും വികലമാനസങ്ങളുടെ കപട രാഷ്ട്രീയ സംതൃപ്തിയുമാണ്. അവർ ശമ്പളം വാങ്ങുന്നത് അതിനാണ് എന്നാണ് അവരുടെ ഭാഷ്യം. അവർ അയാളുടെ വായിൽ കോലിട്ട് കുത്തും. അങ്ങനെയുള്ള പത്രലേഖകര് അയാളുടെ വായിൽ കോലിട്ട് കുത്തും. അയാളെ പ്രകോപിതനാക്കാൻ പരമാവധി നോക്കും. അയാളുടെ ശരീരഭാഷയിൽ, മുഖചലനങ്ങളിൽ ധാർഷ്ട്യവും കോപവും പൊട്ടിവിടരുന്നു എന്ന് വരുത്താനുള്ള കഠിന ശ്രമങ്ങളിലാണ് അവർ ഓരോ പ്രസ് കോൺഫറൻസിലും. പക്ഷേ അവർ തോറ്റുപോകുന്നു. അപ്പൊ വി.ഡി. സതീശന്റെ വായിൽ നിങ്ങൾ എത്ര കോലിട്ട് കുത്താൻ ശ്രമിച്ചാലും ഒരു പരിധിയിലപ്പുറം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം സതീശന് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സതീശന് വ്യക്തമായിട്ട് അറിയാം. ആരാണ് മാധ്യമ സമ്മേളനം അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് എന്നത് അവരുടെ പേര് പറഞ്ഞു തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ജനത്തെ അറിയിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശന്റെ മുഖം മാത്രമാണ് കാണുന്നത്. അപ്പം ആരാണ് അപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് അറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിയെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഇവരുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ. ഏഷ്യാനെറ്റിലെ അജിതക്ക് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അജിത എത്ര വാർത്തകൾ കൊടുത്തു ഇത് സംബന്ധിച്ച് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ പേരെടുത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഇവരോട് പറയുന്നത് കേട്ടോ. അതല്ലാതെ ഒരു ഒളിച്ചുകളിയും ഒരു തരത്തിലുള്ള മൂടിവെക്കലും ഒന്നും സതീശന്റെ ഭാഗത്ത് നിന്നില്ല. ഇന്നും കൈരളിയുടെയും ദേശാഭിമാനിയുടെയും പേര് പലവട്ടം അദ്ദേഹം പറഞ്ഞു. പിണറായിയുടെ പത്രസമ്മേളനങ്ങളിൽ സിൻഡിക്കേറ്റ് രൂപീകരിച്ച് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കിട്ടിയാൽ മതി എന്ന് തീരുമാനിച്ചവർ, അവർക്കിനി ബുധനാഴ്ചകൾ പേടി സ്വപ്നങ്ങളുടെ ദിനങ്ങളാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് ശരി. അതായത് ദേശാഭിമാനിയുടെയും കൈരളി ടിവിയുടെയും ഒക്കെ പത്രലേഖകര് ആകെ ബേജാറുകളാണ് എന്ന് പറഞ്ഞാൽ സതീശനോട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സതീശന്റെ വായടപ്പിക്കാനുള്ള എല്ലാ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളും ഇവർക്ക് കൊടുക്കും. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ സ്ഥിതി തീർന്നു. ഇവരെ പീസ് ആക്കിയിട്ട് ചിക്കൻ 65 ആക്കി കഷ്ണാക്കിയിട്ട് കൊത്തി നുറുക്കി സതീശനാണ്ട് കൊടുക്കും. സതീശനോടാണോ കളി? അല്ലെ, സതീശനോടാണോ കളി? ഏതായാലും വിജ്ഞാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പൊൻപരാഗങ്ങൾ വിതറിയ 2 പ്രസംഗങ്ങളെ കുറിച്ച് സമയം കിട്ടിയാൽ വേറെ എഴുതാമെന്നാണ്. അതായത് വി.ഡി. സതീശന്റെ പ്രസംഗങ്ങളെ കുറിച്ച് ഞാൻ പിന്നെ എഴുതാം. ഇപ്പം പത്രസമ്മേളനത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് പ്രശാന്ത് വാസുദേവൻ പറയുന്നത്. ആ പ്രസംഗങ്ങളുടെ അടിയിലും അതിലെ അറിവിന്റെ കാമ്പ് തിരിച്ചറിയാത്ത സൈബർ വിഡ്ഢികൾ അധിക്ഷേപ മുറവിളികളുമായി എത്തുന്ന പരിഹാസ്യമായ കാഴ്ചയും പതിവ് പോലെ കണ്ടു. അയാളുടെ വഴികളിൽ നിങ്ങൾക്ക് ഇതൊന്നും പോരാ, നിങ്ങളെ ഓർത്ത് ചിരി വരുന്നു എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശന്റെ കൃത്യമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അതിന് താഴെ ഈ സൈബർ കടന്നൽ കൂട്ടങ്ങൾ അല്ലെങ്കിൽ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ ഇതിനെതിരെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിലെ അന്തസത്ത അതിന്റെ കാമ്പ് എന്തെന്നറിയാതെ സതീശനെ ട്രോളുന്ന ഈ അന്തംകമ്മികൾ എന്ത് ചെയ്യണം? അയാളുടെ വഴികളിൽ നിങ്ങൾക്ക് ഇതൊന്നും പോരാ, അയാളുടെ വഴികളിൽ നിങ്ങളെ ഓർത്ത് ചിരി വരുന്നു, നിങ്ങളെ ഓർത്ത് എനിക്ക് ചിരി വരികയാണ് എന്നാണ്
ആര് പറയുന്നത്? പ്രശാന്ത് വാസുദേവ് പറയുന്നത്. അവസാനം പ്രശാന്ത് വാസുദേവ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അയാൾ അതുക്കും മേലെ എന്നാണ്. അയാൾ അതുക്കും മേലെ. എന്റെ മാപ്രകളെ, ഈ വി ഡി സതീശൻ അതുക്കും മേലെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ കരുതുന്ന ഒരാളല്ല വി ഡി സതീശൻ. അതുക്കും മേലെയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രശാന്ത് വാസുദേവ്.